പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകളിൽ പോലും ശക്തമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് കഴിയും. നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് മാത്രമല്ല കേട്ടോ, ചെമ്പരത്തിപ്പൂവിൻ്റെ അവസ്ഥ മാറിയാലും നമുക്ക് ഇതിന് സാധിക്കും. നമ്മുടെ ചെമ്പരത്തി ചെടിയുടെ മൂട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ കുറേ ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പിറക്കി വെച്ച് നല്ലവണ്ണം ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ ഗുണത്തോടു കൂടെ തന്നെ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഈ വാടിയ ചെമ്പരത്തിപ്പൂവൊക്കെ പിറക്കി വെച്ച് 1-2 ദിവസം വെയിൽ കാണിച്ചാൽ മതി, നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടും. അതിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഹെയർ സൊല്യൂഷനും ഹെയർ സിറവും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ കേരളത്തിലല്ല, പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെമ്പരത്തിപ്പൂ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഹെയർ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും വളർത്താനും കഴിയും കേട്ടോ. നമ്മുടെ ചെമ്പരത്തി പൂവ് ആദ്യം എങ്ങനെയാണ് കാണുന്നത്, പിന്നെ അത് ചെറുതായിട്ടൊന്ന് വാടി ഈ ഒരവസ്ഥയിൽ പിന്നെ നമ്മളതിനെ വെയിലത്ത് വെച്ച് 2 ദിവസം ഉണക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് വെള്ളം അല്ലെങ്കിൽ കുറച്ച് ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു ഹെയർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഹെയർ സിറം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആഴ്ചയിൽ 2 ദിവസം കുറഞ്ഞത് തലയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടിപ്പായിട്ട് കാണാം.